അതിബുദ്ധിമാന്മാരായ ഒരു സംഘം ഒരു ബാങ്കിൽ മോഷണം നടത്തി. അവർ പണമൊന്നും എടുത്തില്ല. പകരം അവർ ബന്ദികളാക്കിയവരെ വസ്ത്രമഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് ലൈംഗിക ഉദ്ദേശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആരെയും അവർ ഉപദ്രവിച്ചുമില്ല. പോലീസ് ബാങ്കിലേക്ക് ഇടിച്ചുകയറിയപ്പോൾ കവർച്ചക്കാരെ ആരെയും അവിടെ കണ്ടില്ല. അവർ കണ്ടെത്തിയ ആയുധങ്ങൾ പോലും കളിത്തോക്കുകളായിരുന്നു. വോൾട്ടിലെ പണം തൊട്ടിരുന്നില്ല. ബന്ദികൾക്ക് ആർക്കും പരിക്കേറ്റിരുന്നില്ല. മോഷണം നടന്നതേയില്ല എന്ന് തോന്നിപ്പിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ കവർച്ചക്കാർ $5 ബില്യൺ സമ്പാദിച്ചു. എങ്ങനെയാണ് അവർ ഇത് ചെയ്തത്? സംഘത്തലവനായ ജാക്ക് ഒരു തൊഴിലാളിയുടെ വേഷം ധരിച്ച് സാധാരണക്കാരനെ പോലെ ബാങ്കിലേക്ക് നടന്നുകയറി. എന്നിട്ട് നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കാൻ ഒരു ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചു. തുടർന്ന് അയാളുടെ സഹായി അകത്തേക്ക് പ്രവേശിച്ച് ബാങ്കിന്റെ വാതിലുകൾ അകത്തുനിന്ന് പൂട്ടി. കാവൽക്കാരന് എന്തോ പന്തികേട് തോന്നി ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ പുറകിൽ ഒരു തോക്ക് വെച്ചു. എന്നിട്ട് യഥാർത്ഥ കളി ആരംഭിച്ചു. കവർച്ചക്കാർ എല്ലാവരെയും എളുപ്പത്തിൽ നിയന്ത്രണത്തിലാക്കി. അതുവഴി പോവുകയായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബാങ്കിനുള്ളിൽ അസാധാരണമായ എന്തോ ശ്രദ്ധിച്ചു. അയാൾ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. താമസിയാതെ ഒരു സ്വാറ്റ് ടീം എത്തി കെട്ടിടം വളഞ്ഞു. എന്നാൽ ജാക്കിന് പരിഭ്രമമുണ്ടായിരുന്നില്ല. കാരണമെല്ലാം അയാളുടെ പദ്ധതി അനുസരിച്ചായിരുന്നു നടക്കുന്നത്. ബന്ദികളുടെ ഫോണുകളും താക്കോലുകളും പിടിച്ചെടുക്കാൻ അയാൾ കൂട്ടാളിയോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് വസ്ത്രങ്ങൾ അഴിച്ച് ഒരേപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. കവർച്ചക്കാരും ഒരേ വസ്ത്രങ്ങളും മാസ്കുകളും ധരിച്ചിരുന്നു. എല്ലാ ഒരുക്കങ്ങൾക്കും ശേഷം അവർക്ക് നീങ്ങാനുള്ള സമയമായിരുന്നു. എന്നാൽ മുറിയിലെ പണവും സേഫുകളും കണ്ടപ്പോൾ ജാക്ക് ഒന്നും ചെയ്തില്ല. ഒടുവിൽ അയാൾ ഒരു സ്റ്റോറേജ് റൂമിൽ പ്രവേശിച്ചു. ചുറ്റും നോക്കി. തുടർന്ന് ഷെൽഫുകൾ മാറ്റി തറ തകർക്കാൻ തന്റെ പങ്കാളിയോട് പറഞ്ഞു. പോലീസ് ഈ ഓപ്പറേഷൻ നയിക്കാൻ പരിചയസമ്പന്നനായ നെഗോഷിയേറ്റർ നിക്ക് എന്നയാളെ ചുമതലപ്പെടുത്തി. നിക്ക് ജാക്കിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജാക്ക് അയാളെ അവഗണിച്ചു. എല്ലാ നിരീക്ഷണ ക്യാമറകളും നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് ബാങ്കിൽ ഒരു വിവരവും നിക്കിന് ലഭിച്ചില്ല. അയാൾക്ക് വഴികളില്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ജാക്ക് പെട്ടെന്ന് മറ്റൊരു ബന്ദിയെ മോചിപ്പിച്ചു. ഈ ബന്ദിയുടെ കഴുത്തിൽ ഒരു വലിയ പെട്ടി തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതൊരു ബോംബായിരിക്കുമോ എന്ന് ഭയന്ന് പോലീസ് അതീവ ജാഗ്രതയോടെയാണ് അത് കൈകാര്യം ചെയ്തത്. എന്നാൽ അവർ അത് തുറന്നപ്പോൾ അതിനുള്ളിൽ ജാക്കിന്റെ ഒരു കത്തുണ്ടായിരുന്നു. രാത്രി 9 മണിയോടെ 2 ബസ്സുകളും ഒരു ഹെലികോപ്റ്ററും നിറയെ ഇന്ധനവുമായി തയ്യാറാക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഓരോ മണിക്കൂർ വൈകുമ്പോഴും ഒരു ബന്ദിയെ വെടിവെച്ച് കൊല്ലുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി.